ലവ്ലി ഷോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ നോക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ഗുരുവായൂർ സത്യാഗ്രഹം PSC പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നും നമുക്ക് എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നോക്കാം പ്രധാനപ്പെട്ട പോയിന്റുകൾ. ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനും എതിരായി നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശനത്തിനും ഐത്തത്തിനും എതിരായി നടന്ന ഒരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് നെക്സ്റ്റ് പോയിന്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1931 നവംബർ 1. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ KPCC ആണ്, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. നെക്സ്റ്റ് പോയിന്റാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ KPCCയുടെ സമ്മേളനം ഏത്? ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ KPCCയുടെ സമ്മേളനം ഏത്? ഉത്തരം വടകര സമ്മേളനം. വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത്. വടകര സമ്മേളനം KPCCയുടെ വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയത്. വടകര സമ്മേളനം നടന്നത് എന്നാണ്? അതായത് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ KPCCയുടെ വടകര സമ്മേളനം നടന്നത് എന്നാണ്? 1931 മെയ് മാസം. 1931 മെയ്യിലാണ് വടകര സമ്മേളനം നടന്നത്. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? വടകര സമ്മേളനത്തിന്, അതായത് KPCCയുടെ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നേതാവ് അല്ലെങ്കിൽ വ്യക്തി ആരാണ്? JM ഗുപ്ത. JM ഗുപ്തയാണ് വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. JM ഗുപ്ത വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയതാണ് JM ഗുപ്ത. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? നെക്സ്റ്റ് പോയിന്റ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നുള്ളതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ആരായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. ധാരാളം പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് കേളപ്പൻ. കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ അല്ലെങ്കിൽ AKG. ഇതും ധാരാളം പ്രാവശ്യം എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. AKG വ്യത്യസ്തമായ എക്സാമുകൾ ചോദിച്ചിട്ടുണ്ട്. AKG വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു AKG അല്ലെങ്കിൽ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. നമുക്കറിയാം മന്നത്ത് പത്മനാഭൻ NSSൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു, ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പനാണ്. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. വളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. പ്രധാനപ്പെട്ട നേതാവ് കേളപ്പനാണ്. സെക്രട്ടറി നമ്മൾ പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് കേളപ്പൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു കേളപ്പൻ.
കെ കേളപ്പൻ. അതായത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു കെ കേളപ്പൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്? നമുക്കറിയാം, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്. അപ്പോൾ നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. 1932 ഒക്ടോബർ 2 അദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നതാര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നതാരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന വ്യക്തിയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നത്. നമുക്കറിയാം, ഫേമസ് ആയ വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരായിരുന്നു കേരളത്തിൻ്റെ പാടുന്ന പടവാൾ. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെയാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടിരുന്നത്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? അതായത് സുബ്രഹ്മണ്യൻ തിരുമുമ്പിന് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അദ്ദേഹത്തെ EMS വിശേഷിപ്പിച്ചതാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാര്? അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനായ വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ളയാണ് മണിമുഴക്കിയ ആദ്യത്തെ ബ്രാഹ്മണനല്ലാത്ത വ്യക്തി, അബ്രാഹ്മണൻ. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCC സമ്മേളനം നടന്ന സ്ഥലം നമ്മൾ ഓൾറെഡി പറഞ്ഞു. KPCCയുടെ വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ ആരംഭിക്കാൻ കാരണമായ KPCC സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര. വടകേരന സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച സമരത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? 1 അബ്ദുറഹ്മാൻ, PM സെബാസ്റ്റ്യൻ, ജോർജ് ജോസഫ്. അബ്ദുറഹ്മാൻ സാഹിബ്, PM സെബാസ്റ്റ്യൻ, ജോർജ് ജോസഫ്. ഈ 3 വ്യക്തികൾ ഇവരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളായ വ്യക്തികൾ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒന്നും കൂടി കൺഫേം ചെയ്യുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഇനി ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പനാണ്. NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. എന്നാൽ NSSൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് NSSൻ്റേത്. NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, അതേപോലെ തന്നെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, NSSൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ. ഇനി ആര്യ പള്ളം എന്ന് പറയുന്ന വനിത ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്ന വനിതകളിൽ ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് എന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതയാണ് ആര്യ പള്ളം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിരിക്കണം. ഇതിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നത്. 31 നവംബർ 1 നടന്നത്. ഡേറ്റ് പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. KPCCയുടെ നേതൃത്വത്തിലാണ് നടന്നത്. വടകര സമ്മേളനത്തിലാണ്
പ്രമേയം പാസ്സാക്കിയത്. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ജയം ഗുപ്തയാണ്. കെ കേളപ്പനാണ് പ്രധാനപ്പെട്ട നേതാവ്. വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. സെക്രട്ടറി കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ കേളപ്പൻ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റനായിരുന്നത്. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്ന്. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് EMS ആണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങൾ മിനിമം എങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എക്സാമിന് പഠിച്ചിരിക്കണം, പ്രത്യേകിച്ചും LDC എക്സാമിന്. ഇതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.